أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب هب لي من الصالحين فبشرناه بغلام حليم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട്, അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും അനന്തരം നിങ്ങളോടും ഉപദേശിക്കുകയാണ്. എല്ലാവരോടുമായി തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ ഹാജിമാർ ഹജ്ജ് കർമ്മത്തിലേക്കും നാം ബലി പെരുന്നാളിലേക്കും അടുത്തുകൊണ്ടിരിക്കുകയാണ്. 1-2 ആഴ്ചകൾക്കകം ഈദുൽ അദ്ഹ കടന്നു വരികയായി. മഹത്തായ ബലികർമ്മം എന്ന ആരാധന ബലി പെരുന്നാളിൽ ഉള്ളത് കൊണ്ടാണ്, ഉദ്ഹിയ്യ എന്ന് പറയുന്ന ആരാധന ബലി പെരുന്നാളിൽ ഉള്ളത് കൊണ്ടാണ് ബലി പെരുന്നാൾ അഥവാ ഈദുൽ അദ്ഹ എന്ന പേര് ലഭിച്ചത് തന്നെ. ഉദ്ഹിയ്യയുടെ പ്രാധാന്യവും അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളും നൽകാനാണ് ഇന്നത്തെ ഖുത്ബ പ്രയോജനപ്പെടുത്തുന്നത്. അള്ളാഹു പറയാനും കേൾക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, മഹാനായ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാമയുടെയും ഇസ്മായിൽ അലൈഹിസ്സലാമയുടെയും ചരിത്രം തന്നെയാണ് ബലികർമ്മത്തിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത്. ഐഹിക ജീവിതത്തിൽ ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം അത് സന്താന സൗഭാഗ്യമാണ്. ദുന്യവി ജീവിതത്തിൽ മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഒന്ന് എന്ന് ഏതായാലും പറയാം, അത് സന്താന സൗഭാഗ്യമാണ്. വാർദ്ധക്യം വരെ സന്താന സൗഭാഗ്യത്തിന് വേണ്ടി നിരന്തരമായി അബ്രഹാം പ്രവാചകൻ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. വിശുദ്ധ ഖുർആൻ ആ പ്രാർത്ഥന എടുത്തു പറയുന്നുണ്ട്. അതാണ് ഞാൻ തുടക്കത്തിൽ പാരായണം ചെയ്തത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, പടച്ചവനെ, സജ്ജനങ്ങളിൽ പെട്ട ഒരു സന്താനത്തെ എനിക്ക് നീ നൽകണമേ. ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം. കേവലം സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരു സന്താനമല്ല, അങ്ങേയറ്റം സഹനശേഷിയുള്ള ഒരു സന്താനത്തെ നൽകിക്കൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാമെ അള്ളാഹു സന്തോഷ വാർത്ത അറിയിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഈ സന്താനം ഫലമ്മാ ബലഗ മഅഹു സഅയ ഖാല യാ ബുനയ്യ അന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക. ഈ സന്താനം ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ കൂടെ ഓടിച്ചാടി നടക്കാൻ തുടങ്ങിയ കാലഘട്ടത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അരുമ സന്താനത്തെ നെഞ്ചോട് ചേർത്തിക്കൊണ്ട് പറയുകയാണ്, ചോദിക്കുകയാണ്, യാ ബുനയ്യ, പൊന്നമോനെ, ഇന്നി അറാ ഫിൽ മനാം, ഞാൻ സ്വപ്നത്തിൽ ദർശിച്ചിരിക്കുന്നു, അന്നി അദ്ബഹുക, ഞാൻ നിന്നെ അറുക്കണമെന്നുള്ള നിർദ്ദേശം എനിക്ക് സ്വപ്നത്തിൽ ലഭിച്ചിരിക്കുന്നു. പ്രവാചകന്മാരുടെ സ്വപ്നം എന്ന് പറയുന്ന കേവലം ദിവാസ്വപ്നമല്ല, അത് വെളിപാടുകളുടെ വഹയിന്റെ ഭാഗമാണ്. അത് ഗൗരവത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമയോട് പങ്കുവെക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതല്ലെങ്കിൽ ഒരു സ്വപ്നം, അതിലെന്ത് കാര്യം എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ അത് കേവലം ഒരു സ്വപ്നമായിരുന്നില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അഭിമുഖീകരിക്കുന്ന വലിയ പരീക്ഷണമായിരുന്നു. ഈ പരീക്ഷണത്തെ നമ്മൾ എങ്ങനെ അഭിമുഖീകരിക്കണമെന്നാണ് പ്രിയ പുത്രനോട് ചോദിക്കുന്നത്. ഫൻളുർ മാദാ തറ, എന്താണ് നിന്റെ അഭിപ്രായമെന്ന് നീ പറയണം. ഖാല യാ അബതി ഇഫ്അൽ മാ തുഅ്മർ. ആ പ്രിയ സന്താനം പറയാണ്, പ്രിയ പിതാവേ, എന്താണ് അല്ലാഹു താങ്കളോട് കൽപ്പിച്ചിട്ടുള്ളത് അതുപോലെ ചെയ്തേക്കിൻ. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ക്ഷമാലുക്കളിൽ താങ്കൾക്ക് എന്നെ കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയും ഇസ്മായിൽ അലൈഹിസ്സലാമയും ചേർന്ന് ഈ പരീക്ഷണത്തെ അഭിമുഖീകരിക്കുകയാണ്. ആ രംഗം ഖുർആൻ പറയുന്നുണ്ട്. ഫലമ്മാ അസ്ലമാ വതല്ലഹു ലിൽ ജബീൻ.
അവർ രണ്ടുപേരും സമർപ്പിതരായപ്പോ ഇസ്മായിലിനെ നെറ്റിന്മേൽ ചെരിച്ചു കിടത്തുകയും ചെയ്തപ്പോ യഥാർത്ഥത്തിൽ ഒരു കുഞ്ഞിനെ അറുക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശമായിരുന്നില്ല അത്. മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ത്യാഗസന്നദ്ധ എത്രത്തോളം ഉണ്ടെന്ന് ലോകത്തിന്റെ മുമ്പിൽ തെളിയിച്ചു കൊടുക്കുകയായിരുന്നു അല്ലാഹു. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ ചെരിച്ചു കടത്തിയ സന്ദർഭം, നെറ്റിന്മേൽ ചെരിച്ചു കടത്തിയ സന്ദർഭം, വനാദൈനാഹു അയ്യാ ഇബ്രാഹിം, അല്ലാഹു പറയാണ്, നാം വിളിച്ചു, നാം ആഹ്വാനം ചെയ്തു. അയ്യാ ഇബ്രാഹിം, ഓ ഇബ്രാഹിം, ഖദ് സദ്ദഖത റുഅ്യ, അരുത് ചെയ്തേക്കരുത്, കാരണം നിശ്ചയം നീ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു, യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു. ഈ പരീക്ഷണത്തിൽ നീ വിജയിച്ചിരിക്കുന്നു. നിന്റെ അരുമ സന്താനത്തെ ഇല്ലായ്മ ചെയ്യണം എന്ന് ദൈവിക ദീനിന്റെ താല്പര്യമല്ല. നിന്റെ പരീക്ഷണത്തിന്റെ ആഴം യഥാർത്ഥത്തിൽ അതിലൂടെ എത്ര വലിയ പരീക്ഷണം അഭിമുഖീകരിച്ചാലും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശം അത് ശിരസ വഹിക്കാൻ സന്നദ്ധനാണെന്ന് സ്വജീവിതത്തിലൂടെ അങ്ങ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഇബ്രാഹിം, അത് മതി. ഖദ് സദ്ദഖത റുഅ്യ, നിശ്ചയം താങ്കൾ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു. താങ്കൾക്ക് പ്രതിഫലം ലഭിക്കാനും താങ്കൾ ഉന്നതരിൽ തെരഞ്ഞെടുക്കപ്പെടാനും അത് മതി. അപ്രകാരം നിശ്ചയം നാം നന്മ ചെയ്യുന്ന ആളുകൾക്ക് പ്രതിഫലം നൽകുന്നതാണ്. നിശ്ചയം അത് വ്യക്തമായ പരീക്ഷണമാണ്. അതുകൊണ്ട് ഇസ്മായിലിന് പകരം ഒരു ഉരുവിനെ നീ സ്വീകരിച്ചു കൊള്ളുക, താങ്കൾ സ്വീകരിച്ചു കൊള്ളുക, ഒരു ബലിമൃഗത്തെ സ്വീകരിച്ചു കൊള്ളുക. അങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാം ഒരു ബലിമൃഗത്തെ ബലിയെടുത്തു, ഒരു മൃഗത്തെ ബലിയെടുത്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മഹാനായ ഖുർആൻ വ്യാഖ്യാതാവ് ഇബ്നു കസീർ റഹിമഹുല്ലയെ പോലുള്ള ആളുകൾ ആ ബലിമൃഗം ഒരാടായിരുന്നുവെന്ന് വ്യാഖ്യാനിക്കുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഇതാണ് ബലികർമ്മത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത്. ഇതാണ് ബലി പെരുന്നാളിന്റെ ചരിത്രം എന്ന് പറയുന്നത്. നമസ്കാരത്തോട് ചേർത്തിക്കൊണ്ടാണ് ബലിയെ പലപ്പോഴും ഖുർആൻ പ്രതിപാദിച്ചിട്ടുള്ളത് എന്നതും ബലിയുടെ വലിയ പ്രാധാന്യം സൂചിപ്പിക്കുന്നതാണ്. ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, ഫസ്വല്ലി ലിറബ്ബിക വൻഹർ. ഖുർആനിലെ ഹ്രസ്വമായ അധ്യായങ്ങളിൽ ഏറ്റവും ഹ്രസ്വമായ അധ്യായമാണ് സൂറത്തുൽ കൗസർ. അതിലെ പ്രതിപാദ്യമാണ് അള്ളാഹു പറയാണ്, ഫസ്വല്ലി ലിറബ്ബിക വൻഹർ. ഓ പ്രവാചകരെ, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിന് വേണ്ടി നമസ്കരിക്കുക, നിങ്ങൾ നമസ്കരിക്കുക, നിങ്ങൾ ബലിയെറുക്കുകയും ചെയ്യുക. പ്രവാചകനോടും അനുയായികളോടുമുള്ള നിർദ്ദേശമാണ്. നമസ്കരിക്കാൻ, രക്ഷിതാവിന് വേണ്ടി നമസ്കരിക്കാനുള്ള നിർദ്ദേശം മാത്രമല്ല, ബലിയെറുക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം കൂടിയാണ്. സഹോദരങ്ങളെ, ഖുർആന്റെ വ്യക്തമായ വളരെ കൃത്യമായിട്ടുള്ള അധ്യാപനമാണ് ബലി എന്ന് പറയുന്നത്. അത് ഏറെ പുണ്യമാണ്, അതേറെ പ്രാധാന്യമുള്ള ഇസ്ലാമിലെ സുഹൃതമാണ്. അത് ഒഴിവാക്കാതിരിക്കാനുള്ള ജാഗ്രത എല്ലാവർക്കും വേണം എന്നുള്ളതാണ്. അതാണ് സ്വഹീഹായ ഹദീസുകളിൽ രേഖപ്പെട്ട് കിടക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന ലഹു സഅത്തുൻ വലം യുളഹി ഫലാ യഖറബന്ന മുസല്ലാനാ. മൻ കാന ലഹു സഅത്തുൻ വലം യുളഹി, ഒരാൾക്ക് സാമ്പത്തിക വിശാലതയുണ്ടായിട്ടും അയാൾ ബലിയെറുക്കുന്നില്ല എങ്കിൽ, ഉളുഹിയ നിർവഹിക്കുന്നില്ല എങ്കിൽ, ഫലാ യഖറബന്ന മുസല്ലാനാ, നമ്മുടെ നമസ്കാര സ്ഥലത്തേക്ക് അയാൾ വരേണ്ടതില്ല, നമ്മുടെ മുസല്ലയെ അയാൾ സമീപിക്കേണ്ടതില്ല. അയാളുടെ മുസല്ലയിലുള്ള നമസ്കാരത്തിന് ഒരാത്മാർത്ഥതയുമുള്ളതായി അല്ലാഹു തആല ഗണിക്കുന്നില്ല എന്നുള്ളതാണ്. ആരുടെ നമസ്കാരം? ബലിയെറുക്കാത്തയാളുടെ പെരുന്നാൾ നമസ്കാരം. സഹോദരങ്ങളെ, അത് എത്രമാത്രം ഗൗരവമുള്ള നിർദ്ദേശമാണ്. മൻ കാന ലഹു സഅത്തുൻ വലം യുളഹി ഫലാ യഖറബന്ന മുസല്ലാനാ. നാട്ടിൽ സ്ഥിരവാസിയായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ബലികർമ്മം നിർവഹിക്കൽ നിർബന്ധമായ കാര്യമാണെന്നാണ് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പക്ഷം. നിർബന്ധമാണ്. ഇമാം അബൂ ഹനീഫയുടെ പക്ഷം അതാണ്. ഹനഫി മദ്ഹബ് അതാണ്. നാട്ടിൽ സ്ഥിരതാമസക്കാരനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം ബലികർമ്മം നിർവഹിക്കൽ നിർബന്ധമാണ്. എവിടെ നിന്ന് കിട്ടി? അബൂ ഹനീഫയ്ക്ക് തെളിവ് മേൽപ്പറഞ്ഞ ഹദീസ് തന്നെയാണ്. ആർക്കെങ്കിലും സാമ്പത്തിക വിശാലതയുണ്ടായിട്ടും ബലിയെറുക്കുന്നില്ല എങ്കിൽ നമ്മുടെ നമസ്കാര സ്ഥലത്തെ അയാളെ സമീപിക്കേണ്ടത് നിർബന്ധത്തിന്റെ സ്വരം അതിലുണ്ട് എന്നുള്ളതാണ്.
എന്നാൽ നിർബന്ധമല്ലെങ്കിലും സാമ്പത്തിക വിശാലതയുള്ള എല്ലാവർക്കും പ്രബലമായ അഥവാ മുഅക്കദായ സുന്നത്തുകളിൽപ്പെട്ടതാണ് ബലികർമ്മം നിർവഹിക്കൽ എന്നാണ് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വീക്ഷണം. ഒഴിവാക്കൽ കറാഹത്തായിട്ടുള്ള കർമ്മം, അത് ഒഴിവാക്കുക എന്നുള്ളത് കറാഹത്താണ്, അല്ലാഹുവിനെ ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് ബലി ഒഴിവാക്കുക എന്നുള്ളത്. ആ ഒരർത്ഥത്തിൽ സുന്ന മുഅക്കദയാണ് ബലി, പ്രബലമായ സുന്നത്താണ് ബലി എന്നുള്ളതാണ് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വീക്ഷണം, അതല്ലെങ്കിൽ ഷാഫിഈ മദ്ഹബ് എന്ന് പറയുന്നത്. മുഹമ്മദ് ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു പറയാണ്, സഅൽതു ഇബ്നു ഉമർ അനിൽ ലഹായ, ബലികർമ്മത്തെ സംബന്ധിച്ച് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഞാൻ ചോദിച്ചു, എന്താണ് ഈ ബലികർമ്മത്തിന്റെ വിധി? അവാജിബത്തുൻ ഹിയ, അത് നിർബന്ധമാണോ? ഓരോരുത്തരും നിർബന്ധമായും ചെയ്തിരിക്കേണ്ടുന്ന കാര്യമാണോ? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അതിന്റെ സ്വഭാവമാണ് പറഞ്ഞു കൊടുത്തത്. നിർബന്ധം സുന്നത്ത് എന്നുള്ള ശൈലി ഒന്നല്ല ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പ്രയോഗിച്ചത്. മറിച്ച് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ മുസ്ലിമൂന മിൻ ബഅദിഹി വജറത് ബിഹി, മുസ്ലിങ്ങൾ ബലികർമ്മം നിർവഹിച്ചിട്ടുണ്ടായിരുന്നു. പ്രവാചകന്റെ കാലഘട്ടത്തിലെ മുസ്ലിങ്ങൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബലികർമ്മം നിർവഹിച്ചിട്ടുണ്ടായിരുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ മുസ്ലിങ്ങളും അത് നിർവഹിച്ചിട്ടുണ്ടായിരുന്നു. റസൂലും സഹാബത്തും അതങ്ങനെ നിർവഹിച്ചു പോന്നു. അതേ എനിക്കറിയുള്ളൂ, അതേ എനിക്ക് താങ്കളോട് പറയാനുള്ള പ്രതികരണമുള്ളൂ, മറുപടിയുള്ളൂ. വജറത് ബിഹി, ആ ചര്യ അപ്രകാരം ഇക്കാലം അത്രയും നടന്നു പോരുകയാണ്. ഇനി നിങ്ങളങ്ങ് തീരുമാനിച്ചാൽ മതി അത് നിർബന്ധാണോ, ഇനി അതിന്റെ ഹുക്മ വേറെന്തെങ്കിലും ആണോ പറയാൻ സാധിക്കുക എന്നുള്ളത്. സഹോദരങ്ങളെ, ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു കടമ എന്ന രീതിയിൽ ഓരോ വ്യക്തി, ഓരോ കുടുംബത്തിലൊരു വ്യക്തിയുടെയെങ്കിലും, ഒരു കുടുംബനാഥന്റെ എങ്കിലും കടമ എന്ന രീതിയിൽ തന്നെ നമ്മൾ ബലിയെ മനസ്സിലാക്കണം എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അഖാമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ മദീനത്തി 10 സിനീന യുളഹി കുല്ല സന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ 10 കൊല്ലത്തോളം ജീവിച്ചത് എല്ലാ വർഷവും ബലിയർത്തുകൊണ്ടാണ്. ഒരു വർഷം ഒഴിവാക്കാതെ എല്ലാ വർഷവും ബലിയർത്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ജീവിച്ചത് എന്ന് സ്വഹീഹായ ഹദീസുകളിൽ കാണുകയാണ്. അതുകൊണ്ട് ഉളഹിയ്യത്തിന്റെ വിധി നമ്മൾ എങ്ങനെ വിശദീകരിച്ചാലും വലിയ സാമ്പത്തിക പ്രയാസങ്ങളൊന്നുമില്ലാത്ത എല്ലാവരും ചെയ്യേണ്ടുന്ന പുണ്യകർമ്മമാണ്. വലിയ മുതലാളിമാരെന്നല്ല ഞാൻ പ്രയോഗിച്ചത്, അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത്. വലിയ സാമ്പത്തിക പ്രയാസങ്ങളൊന്നുമില്ലാത്ത ആളുകൾ ചെയ്തിരിക്കേണ്ടുന്ന കാര്യമാണ്. ഇനി അതിന്റെ ഷെയർ എങ്ങനെയാണ്? മാടിലും ഒട്ടകത്തിലും 7 പേർക്ക് വരെ ഷെയർ കൂടാം എന്നുള്ളതാണ്. മാടിലും ഒട്ടകത്തിലും, മാടിലല്ല മാടിലും ഒട്ടകത്തിലും 7 പേർക്ക് വരെ ഷെയർ കൂടാം, എന്നാൽ ആടിൽ ഷെയർ ഇല്ല എന്നുള്ളതാണ്. അതേസമയം ഒരു വ്യക്തിക്കും അയാളുടെ കുടുംബത്തിനും ഒരാട് അറുത്താലും മതിയാവുന്നതാണ്. കാന റജുലു ഫീ അഹദി റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുളഹി ബിശാത്തി അൻഹു അൻ അഹ്ലി ബൈത്തി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ കുടുംബനാഥൻ അയാൾക്കും അയാളുടെ വീട്ടുകാർക്കും വേണ്ടി ഒരാടിനെ ബലിയറുക്കുമായിരുന്നു. ഒരു കുടുംബത്തിനൊരാട് എന്ന് പരിഗണിക്കാവുന്നതാണ്. പക്ഷെ ആളുകൾ എണ്ണം നോക്കുമ്പോൾ 7 പേര് ചേർന്നുകൊണ്ട് ഒരാട് എന്നുള്ള രീതിയിൽ ആടിനെ അറുക്കാൻ പാടില്ല. ആടിൽ ആ രീതിയിലുള്ള ഷെയർ ഇല്ല എന്നുള്ളതാണ് സഹോദരങ്ങളെ. ഉലഹിയുടെ പ്രാധാന്യം ഖുർആനിലും സ്വഹീഹായ ഹദീസുകളിലും ധാരാളം വിശദീകരിച്ചിട്ടുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ ചില ആളുകൾ ചോദിക്കും, എന്തിനാണ് വെറുതെ ഇത്രയും ആളുകൾ ഇങ്ങനെ ഉലഹിയയുടെ പിന്നാലെ പായുന്നത്? എന്തിനാണ് ഈ ഉലഹിയ നിർവഹിക്കുന്നത്? ആ പണം നമുക്ക് വേറെ വല്ല ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും വേണ്ടി നമുക്കത് വിനിയോഗിക്കാമല്ലോ. ആളുകളുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി, പാവപ്പെട്ടവരെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി, അതുപോലെ മറ്റു സ്ഥാപനങ്ങളുടെ നിർമ്മാണത്തിന് വേണ്ടി, ഇതൊക്കെ നല്ല കാര്യമാണ്. ചാരിറ്റി പ്രവർത്തനങ്ങളാണെങ്കിലും ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണെങ്കിലും നല്ല നല്ല സ്ഥാപനങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കുകയാണെങ്കിലും, സമൂഹത്തിന് ഉപകാരപ്രദമായ സ്ഥാപനങ്ങൾ ഉണ്ടാവുകയാണെങ്കിലും എല്ലാം നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അതുകൊണ്ടൊന്നും ഉളുഹിയയുടെ പ്രാധാന്യം ഇല്ലാതാവുന്നില്ല എന്നുള്ളതാണ്. ഉളുഹിയ നിർവഹിക്കപ്പെടണം, അത് ഓരോ മഹല്ലുകളിലും ഉണ്ടാവണം എന്നുള്ളതാണ്. ഓരോ മഹല്ലുകളിലും അതിനുവേണ്ട സംവിധാനങ്ങൾ വേണം.
മഹല്ലുകളിലോടൊപ്പം തന്നെ വീടുകളിൽ അതിനു വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ കഴിയുന്നവർ അങ്ങനെയും ഒരുക്കണം. ആ രീതിയിൽ അതിനെ മനസ്സിലാക്കണം. അത് അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ്, കേവലം ഒരു ചാരിറ്റി അല്ല. അത് ഇസ്ലാമിലെ പ്രധാനപ്പെട്ട ഒരു ആരാധനയും അള്ളാഹുവിന്റെ ഷിആറുകളെ അഥവാ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കുന്നതിന്റെ ഭാഗവുമാണ്. ആ ഒരു രീതിയിലാണ് ഉളഹിയെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വൽ ബുദ്ന ജഅൽനാഹാ ലക്കും മിൻ ശആഇരില്ലാഹി ലക്കും ഫീഹാ ഖൈർ. ഈ ഒട്ടകങ്ങളെ അള്ളാഹു നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ബലിമൃഗങ്ങൾ, ഒട്ടകങ്ങൾ, ബലിയറക്കാൻ വേണ്ടി നിരത്തി നിർത്തിയിരിക്കുന്ന ഒട്ടകങ്ങൾ ഉണ്ടല്ലോ, അത് അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ്. ലക്കും ഫീഹാ ഖൈർ, നിങ്ങൾക്കതിൽ ഒരുപാട് നന്മകളുണ്ട്. ആ ബലിയിൽ നിങ്ങൾക്ക് ഒരുപാട് ആത്മീയവും ഭൗതികവുമായ നന്മകളുണ്ട്. ഫദ്കുറുസ്മല്ലാഹി അലൈഹാ സവാഫ്. അതുകൊണ്ട് ആ ഒട്ടകങ്ങളെ അണിയണിയായി നിർത്തിക്കൊണ്ട് അതിൻ്റെ മേൽ നിങ്ങൾ അല്ലാഹുവിന്റെ നാമം സ്മരിക്കണേ. ഒട്ടകങ്ങളെ നിർത്തിയിറക്കുക എന്നുള്ള രീതിയാണ്. അതുകൊണ്ടാണ് ഒട്ടകങ്ങൾ അണിയണിയായി നിർത്തിക്കൊണ്ട് അതിൻ്റെ മേൽ നിങ്ങൾ അല്ലാഹുവിന്റെ നാമം സ്മരിക്കണേ. ഫൈദാ വജബത് ജുനൂബുഹാ ഫകുലൂ മിൻഹാ വഅത്ഇമുൽ ഖാനിയ വൽ മുഅ്തർ. അങ്ങനെ ആ ഒട്ടകങ്ങൾ അതിന്റെ പാർശ്വങ്ങളിൽ വീണാൽ അതിൽ നിന്ന് നിങ്ങൾ ആഹരിക്കുകയും അതുപോലെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുകയും ദരിദ്രരുമായ ആളുകൾക്ക് അതിൽ നിന്ന് നിങ്ങൾ കഴിപ്പിക്കുകയും ചെയ്യണം. അതിൽ നിന്ന് അവരെ നിങ്ങൾ ഭക്ഷിപ്പിക്കുകയും ചെയ്യണം. ആരെ? ദരിദ്രരും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുകയും ചെയ്യുന്ന ആളുകൾക്ക് ആ മാംസത്തിൽ നിന്ന് നിങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്യണം. കദാലിക സഖർനാഹാ ലക്കും ലഅല്ലക്കും തഷ്കുറൂൻ. അപ്രകാരം ആ മൃഗങ്ങളെ, കാലികളാകുന്ന അനുഗ്രഹങ്ങളെ അല്ലാഹു തആല അല്ലാഹു നിങ്ങൾക്ക് കീഴ്പ്പെടുത്തിയിരിക്കുന്നു, നിങ്ങൾ നന്ദിയുള്ളവരാകുന്നതിന് വേണ്ടി ഖുർആൻ പറയാൻ. സഹോദരങ്ങളെ, ഇത് അല്ലാഹുവിന്റെ ചിഹ്നങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ്. അള്ളാഹുവിന്റെ ചിഹ്നങ്ങൾ ആദരിക്കുക എന്ന് പറയുന്നത് വിശ്വാസികളുടെ ഈമാനിന്റെ ഭാഗം എന്ന രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബലിമൃഗങ്ങളിൽ അള്ളാഹുവിന്റെ നാമം സ്മരിക്കുക എന്ന് പറയും നമ്മുടെ ഇബാദത്താണ്, നമ്മുടെ നുസുക്കാണ്. ആ രീതിയിൽ അതിനെ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അത് കേവലം ഒരു ചാരിറ്റി അല്ല, അതേസമയം അത് ചാരിറ്റിയുമാണ്. അതേസമയം ആളുകൾക്ക് ദാനം ചെയ്യലാണത്. അതേസമയം തന്നെ ആളുകൾക്ക് മാംസം വിതരണം ചെയ്യലാണത്. അതേസമയം പാവപ്പെട്ടവർക്കും ധനവാന്മാർക്കും ഒരുപോലെ സമ്മാനിക്കലാണത്. എല്ലാം അതിലുണ്ട് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, എങ്ങനെയാണ് ബലിമാംസം വിതരണം ചെയ്യേണ്ടതെന്നും കൃത്യമായിട്ട് ഹദീസുകളിൽ പഠിപ്പിച്ചിരിക്കുന്നു. ഇതൊക്കെ എന്തിനെത്ര ഹദീസുകൾ പറഞ്ഞത്? ഇത് ആളുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞതല്ല, റസൂലുള്ള പറഞ്ഞതാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇതിനെ സംബന്ധിച്ച് എത്ര വിശദമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേവലം ഒരു ചാരിറ്റി ആയിട്ട് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ചാരിറ്റി എന്ന് മൊത്തത്തിൽ പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ ഇത് കേവലം ഒരു ചാരിറ്റി അല്ല, അത് ഇസ്ലാമിലെ ഒരു ആരാധനയാണ്. അത് അല്ലാഹുവിന്റെ ഷിആറുകളിൽപ്പെട്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതെങ്ങനെ വിതരണം ചെയ്യണം എന്നടക്കമുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു പറഞ്ഞു, വയുത്ഇമു അഹ്ല ബൈതിഹി സുലൂസ്. വീട്ടുകാർക്ക് എന്ന് പറഞ്ഞാൽ ബലിയറക്കുന്ന ആളുകൾക്ക് ആ വീട്ടുകാർക്ക് 1/3 വരെ ഉപയോഗിക്കാവുന്നതാണ്. ഒരു ഷെയർ കൂടി കഴിഞ്ഞാൽ ആ ഷെയറിന്റെ 1/3 ഒരാൾക്ക് ഉപയോഗിക്കാം. ഇനി ഒരു ഫുൾ മൃഗത്തെയാണ് ഇറക്കുന്നതെങ്കിൽ അതിന്റെ 1/3 വരെ ആ വീട്ടുകാർക്ക് ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ അയൽവാസികൾക്കുള്ളതാണ് 1/3. ചോദിച്ചു വരുന്ന ആളുകൾക്കുള്ളതാണ് 1/3. അപ്പൊ 1/3 ഉപയോഗിച്ചതിന് ശേഷം 1/3 ദാനധർമ്മമായും 2/3 ദാനധർമ്മമായും സമ്മാനമായും നൽകുക എന്നുള്ളതാണ്. അതാണ് അതിന്റെ കർമ്മശാസ്ത്രം. അതും ഹദീസുകളുടെ വെളിച്ചത്തിൽ രൂപപ്പെട്ട കർമ്മശാസ്ത്രമാണ് സഹോദരങ്ങളെ. അതോടൊപ്പം തന്നെ ചില ആളുകൾ പറയും അമുസ്ലിം സഹോദരങ്ങൾക്ക് ബലിമാംസം പങ്കുവെക്കാൻ പാടില്ല. അങ്ങനെ അഭിപ്രായം പിൽക്കാലക്കാരായ ചില പണ്ഡിതന്മാർക്കുണ്ട്. പക്ഷേ അത് പൂർണ്ണമായും ശരിയായ ഒരു അഭിപ്രായമല്ല എന്നുള്ളതാണ്. സഹോദര സമുദായാംഗങ്ങൾക്ക് പങ്കുവെക്കാൻ പാടില്ല എന്നുള്ളത് ശരിയായിട്ടുള്ള കർമ്മശാസ്ത്ര വീക്ഷണമല്ല. കാരണം ദരിദ്രർക്ക് നൽകുക എന്ന പൊതുവായ പ്രയോഗമാണ് ഖുർആനിലുള്ളത്. നാം നേരത്തെ ഓതി വെച്ച ആയത്തിൽ അതാണുള്ളത്. ഫകുലൂ മിൻഹാ വഅത്ഇമുൽ ഖാനിയ വൽ മുഅ്തർ. നിങ്ങൾ അതിൽ നിന്ന് ആഹരിക്കുക, അതുപോലെ തന്നെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുകയും അതുപോലെ ചോദിച്ചു വരികയും ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങൾ അതിൽ നിന്ന് നൽകുകയും ചെയ്യുക. വിശ്വാസികളായ ആളുകൾക്ക് എന്ന് പറഞ്ഞിട്ടില്ല.
ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുകയും ചോദിച്ചു വരികയും ചെയ്യുന്ന ഏവർക്കും നിങ്ങൾക്കതിൽ നിന്ന് നൽകാവുന്നതാണ്. വേറൊരു വചനം ഫഖുലൂ മിൻഹാ വഅത്ഇമുൽ ബാഇസൽ ഫഖീർ, നിങ്ങളതിൽ നിന്ന് ആഹരിക്കുക, അതുപോലെ കഷ്ടപ്പെടുന്ന ആളുകൾക്കും ദരിദ്രരായ ആളുകൾക്കും നിങ്ങളതിൽ നിന്ന് വിതരണം ചെയ്യുകയും അതല്ലെങ്കിൽ ഭക്ഷിപ്പിക്കുകയും ചെയ്യുക. ഇതാണ് ഖുർആന്റെ പ്രയോഗം. മുസ്ലിങ്ങൾക്ക് മാത്രം എന്ന് എവിടെയും പ്രയോഗിച്ചിട്ടില്ല, വിശ്വാസികൾക്ക് മാത്രം എന്ന് ഇവിടെയൊന്നും പ്രയോഗിച്ചിട്ടില്ല. മുസ്ലിങ്ങളെന്നോ മുസ്ലിങ്ങളായ ദരിദ്രരെന്നോ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് സഹോദര സമുദായങ്ങൾക്കും നൽകാം എന്നത് തന്നെയാണ് പൂർണ്ണമായ ശരിയായ വീക്ഷണം എന്നുള്ളതാണ് സഹോദരങ്ങളെ. ബലിമാംസം സഹോദര സമുദായങ്ങൾക്ക് കൂടി അനുവദിച്ച പുണ്യങ്ങളിൽപ്പെട്ടതാണ് എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഖുർആന്റെ പ്രയോഗം എന്താ? ഖുർആൻ പൊതുവായി പറഞ്ഞ കാര്യം എന്താണ്? ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. ഒരു പുണ്യവും സഹോദര സമുദായങ്ങൾക്ക് നൽകുന്നതിൽ നിങ്ങൾക്ക് യാതൊരു വിലക്കുമില്ല എന്നുള്ളതാണ്. ലാ യൻഹാകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ വിലക്കുന്നില്ല. അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ, മതകാര്യങ്ങളിൽ നിങ്ങളോട് ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വരാത്തവർക്ക് നന്മ ചെയ്യുന്നത്, പുണ്യം ചെയ്യുന്നത് അല്ലാഹു വിലക്കിയിട്ടില്ല. വലം യുഖ്രിജൂകും മിൻ ദിയാരികും, നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും നിങ്ങൾ ആട്ടിപ്പുറത്താക്കാത്ത സഹോദര സമുദായങ്ങളുണ്ടല്ലോ, അവർക്ക് നന്മയും പുണ്യവും ചെയ്യുന്നതിൽ ഒരു വിലക്കുമില്ല എന്ന് മാത്രമല്ല അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം, അവർക്ക് നിങ്ങൾ പുണ്യം ചെയ്യണം, അവരോട് നിങ്ങൾ നീതിയിൽ വർത്തിക്കണമെന്നാണ് ഖുർആന്റെ അപേക്ഷ. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, നിശ്ചയം അല്ലാഹു തആല നന്മയിൽ നീതിയിൽ വർത്തിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നവനാണ്. സഹോദരങ്ങളെ, ഖുർആൻ പൊതുവായി പറഞ്ഞ കാര്യം ഇതാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പുണ്യം വിലക്കിയിട്ടില്ല. ഉലഹിയത്തത് വിലക്കപ്പെട്ടതാണെങ്കിൽ നസ്സുൽ ഖുർആനിലോ ഹദീസിലോ കൃത്യമായ വ്യക്തമായ പരാമർശം വേണം. ഖുർആനിലോ ഹദീസിലോ കൃത്യമായ പരാമർശം ഇല്ലാത്തിടത്തോളം കാലം സഹോദര സമുദായങ്ങൾക്കും അത് നൽകാമെന്ന് തന്നെയാണ്. അവർ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ, അത് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നൽകാം. അതല്ലാതെ നിർബന്ധിപ്പിച്ചോ താല്പര്യമില്ലാത്ത ആളുകൾക്ക് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു കൊടുക്കണമെന്ന് നമ്മൾ പറയുന്നില്ല. അത് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നൽകുന്നതിന് ശർഈ നിർദ്ദേശങ്ങളിൽ എവിടെയും തടസ്സങ്ങളില്ല എന്നുള്ളതാണ്. ബലിമാംസം സഹോദര സമുദായങ്ങൾക്ക് വിതരണം ചെയ്യുന്നതിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിലക്കുകളില്ല. ഇമാം തുർമുദി നിവേദനം ചെയ്യുന്ന ഒരു സംഭവം ഇപ്രകാരമാണ്: അന്ന അബ്ദുല്ലാഹി ഇബ്നു അംർ ദുബിഹത് ലഹു ഷാത്തുൻ ഫീ അഹ്ലി, അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ഒരു ആടിനെ അറുത്തു. ഫലമ്മാ ജാഅ ഖാൽ, അദ്ദേഹം വീട്ടിൽ വന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഹദൈതും ലിജാരിനൽ യഹൂദി, നമ്മുടെ അയൽവാസി യഹൂദ മതക്കാരനായ നമ്മുടെ അയൽവാസിക്ക് നിങ്ങൾ നൽകിയോ? അങ്ങനെ ആയിരിക്കില്ല ചോദിച്ചിട്ടുണ്ടാവുക, ഏതെങ്കിലും ഒരു പേരായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ ഹദീസിൽ നിവേദനം ചെയ്യുമ്പോൾ അത് പിൽക്കാലക്കാര് പറഞ്ഞ ഒരു സ്വരമാണ്. നമ്മുടെ അയൽവാസിക്ക്, ജൂതമത വിശ്വാസിയാണ് അയാൾക്കത് നൽകിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഹദൈതും ലിജാരിനൽ യഹൂദി, നമ്മുടെ അയൽവാസിക്ക്, ജൂതമത വിശ്വാസിയായ നമ്മുടെ അയൽവാസിക്ക് നിങ്ങളത് നൽകിയോ? അതിന്റെ മാംസം നൽകിയോ? അവരെന്താ പ്രതികരിച്ചെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടു, മാസാല ജിബ്രീലു യൂസീനി ബിൽ ജാരി ഹത്താ ലനന്തു അന്നഹു സയുവരിസുഹു. ജിബ്രീൽ അലൈഹിസ്സലാം അയൽക്കാരന്റെ കാര്യത്തിൽ എപ്പോഴും എന്നെ ഉപദേശിച്ചു കൊണ്ടേയിരുന്നു. അവസാനം അയൽക്കാരൻ എൻ്റെ സ്വത്തിൽ അനന്തരഗാമി ആയേക്കുമോ എന്ന് ഞാൻ ആശങ്കിക്കുന്നിടത്തോളം റസൂലുള്ളാഹി പറയാൻ, അയൽക്കാരൻ എൻ്റെ സ്വത്തിൽ അനന്തരഗാമി ആയേക്കുമോ, അത്രത്തോളം എനിക്ക് അയൽക്കാരനോട് കടപ്പാടുണ്ടെന്ന് വരുന്ന രീതിയിൽ ജിബ്രീലിന്റെ നിർദ്ദേശങ്ങൾ വന്നേക്കുമോ എന്ന് ഞാൻ ആശങ്കിക്കുന്നിടത്തോളം ജാതി മത വ്യത്യാസങ്ങളില്ലാതെ എല്ലാ അയൽക്കാർക്കും നന്മകളും പുണ്യവും ചെയ്യണം എന്ന് നിരന്തരമായി ജിബ്രീൽ എന്നെ ഉപദേശിച്ചു കൊണ്ടേയിരുന്നു. ഏതാണ് ആ പശ്ചാത്തലം? അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ ഈ വചനം പറയുന്ന പശ്ചാത്തലം എന്താണ്? അദ്ദേഹം തൻ്റെ വീട്ടുകാരോട് ചോദിക്കുകയാണ്, വീട്ടിൽ ഒരു ആടിനെ അറുത്തുകൊണ്ട് അതിൻ്റെ മാംസം തയ്യാറാക്കുമ്പോൾ നമ്മുടെ അയൽക്കാർക്ക് ഇത് കൊടുത്തോ എന്ന് ചോദിക്കുകയാണ്, നമ്മുടെ അയൽവാസികൾക്ക് ഇത് കൊടുത്തോ എന്ന് ചോദിക്കുകയാണ്. ഉലഹിയത്ത് മാത്രം അത് കൊടുക്കാൻ പാടില്ല എന്നതിന് തടസ്സങ്ങളില്ല എന്ന് മാത്രമല്ല,
പല പണ്ഡിതന്മാരും അത് വളരെ കൃത്യമായിട്ട് പ്രതിപാദിച്ചിട്ടുമുണ്ട് എന്നുള്ളതാണ്. ഹംബലി പണ്ഡിതനായ ഇമാം ഇബ്നു ഖുദാമ ഉലഹിയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പ്രത്യേകം പറയാൻ വയജൂസു അയ്യുത്ഇമ മിൻഹാ കാഫിറാ. വയജൂസു അനുവദനീയമാണ്. ഇബ്നു ഖുദാമ റഹിമഹുള്ളയുടെ വിശദീകരണമാണ്. വയജൂസു അനുവദനീയമാണ്. അയ്യുത്ഇമ മിൻഹാ കാഫിറൻ, സത്യനിഷേധിയായ സത്യത്തെ അംഗീകരിക്കാത്ത ആൾക്കും അതിൽ നിന്ന് നൽകൽ അനുവദനീയമാണ്, അതിൽ നിന്ന് ഭക്ഷിപ്പിക്കൽ അനുവദനീയമാണ്. ലിഅന്നഹു സദഖത്തു തതവ്വുഇൻ, കാരണം അത് ഐച്ഛികമായ ദാനമാണ്. ഫജാസ ഇത്ആമുക ദിമ്മിയ വൽ അസീറ കസായിരി സദഖത്തി തതവ്വു, അത് മുസ്ലിം രാഷ്ട്രത്തിലെ ന്യൂനപക്ഷാംഗങ്ങൾക്കും അതുപോലെ തന്നെ ബന്ദികൾക്കുമെല്ലാം, ദിമ്മികൾക്കും ബന്ദികൾക്കുമെല്ലാം അത് നൽകൽ അനുവദനീയമാണ്. ജാതി മത വ്യത്യാസങ്ങളില്ലാതെ മുഴുവൻ ആളുകൾക്കും അത് നൽകൽ അനുവദനീയമാണ്. കസായിരി സദഖത്തി തതവ്വു, മറ്റുള്ള ഐച്ഛിക ദാനധർമ്മങ്ങളെ പോലെ തന്നെ എല്ലാവർക്കും അത് നൽകാമെന്ന് പറയാണ്. ആരാ പറഞ്ഞത്? ഇബ്നു ഖുദാമ. ഏത് ഗ്രന്ഥത്തിലാ പറഞ്ഞത്? അദ്ദേഹത്തിന്റെ അൽ മുഗ്നി എന്ന് പറയുന്ന ഗ്രന്ഥത്തിലാണ് അദ്ദേഹം വിശദീകരിച്ച സഹോദരങ്ങളെ. അതുകൊണ്ട് ബലിമാംസത്തെ അനാദരിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യാത്ത മുഴുവൻ ആളുകൾക്കും അത് നൽകാവുന്നതാണ്, വിതരണം ചെയ്യാമെന്ന നിലപാടാണ് പൂർണ്ണമായ ശരിയായ നിലപാടെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബലിമൃഗത്തിന്റെ തോലും ദാനം ചെയ്യണം എന്നുള്ളതാണ്. ബലിദായകർ ബലിമൃഗം ബലിയർത്തതിന് ശേഷം ബലിമൃഗത്തിന്റെ തോല് ബലിദായകർ അവർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുക, അവരുടെ അക്കൗണ്ടിലേക്കോ അവരുടെ പോക്കറ്റിലേക്കോ അവരുടെ ബാങ്ക് ബാലൻസിലേക്കോ പോകുന്ന രീതിയിൽ അത് പ്രയോജനപ്പെടുത്താൻ പാടില്ല. അത് പാവങ്ങൾക്ക്, ഫുഖറായിന് ദാനമായി നൽകണമെന്നുള്ളതാണ്. ദരിദ്രരായ ആളുകൾക്ക് ദാനമായിട്ട് നൽകണമെന്നുള്ളതാണ്. ഇനി തോല് വിറ്റാൽ പോലും ആ വിറ്റ പണം അത് ദാനമായി നൽകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ബാഅ ജിൽദ ഉൽഹിയതഹു ഫലാ ഉൽഹിയത ലഹു, ആരെങ്കിലും ബലിമൃഗത്തിന്റെ തോല് വിറ്റ് അത് സ്വന്തത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തിയാൽ ഫലാ ഉൽഹിയത ലഹു, അയാൾക്ക് ഉൽഹിയത്തില്ല. അത്രമാത്രം ഗൗരവത്തിലാണ് ആ ഒരു സംഗതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ബലിമൃഗത്തെ കൈകാര്യം ചെയ്യാൻ കൽപ്പിച്ചു, അതിന്റെ മാംസവും തോലുമെല്ലാം ദാനം ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് കൽപ്പിച്ചു. കശാപ്പുകാർക്ക് അവരോട് കൂലിയായും, അവരുടെ കൂലിയായിട്ട് പോലും തോല് നൽകാൻ പാടില്ല. എന്നാ പിന്നെ കശാപ്പുകാർക്ക് കൂലിയായിട്ട് തോല് നൽകാൻ പാടുണ്ടോ? അതും നൽകാൻ പാടില്ല. കശാപ്പുകാരൻ പാവപ്പെട്ടവനാണെങ്കിൽ അയാൾക്ക് കൂലി നൽകുന്നതോടൊപ്പം അഡീഷണൽ ആയിട്ട് ദാനമായിട്ട് തോലോ തോലിന്റെ പണമോ നൽകാം, അതിന് കുഴപ്പമില്ല. അത് ദരിദ്രർക്ക് ദാനമായിട്ട് നൽകേണ്ടുന്നതാണ്. അലി റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശമാണ്. സഹോദരങ്ങളെ, കൂലി എന്ന് പറയുന്നത് കശാപ്പുകാർക്കുള്ള കൂലി അത് വേറെ തന്നെ നൽകണമെന്നർത്ഥം. തോല് ദരിദ്രർക്ക് ദാനം ചെയ്യുകയും വേണം എന്നുള്ളതാണ്. ഇതെല്ലാമാണ് ഇതിന്റെ കർമ്മശാസ്ത്ര വിധികൾ. അതുപോലെ ബലിമൃഗത്തിന്റെ പ്രായവുമായി ബന്ധപ്പെട്ടും ചില ഉപാധികളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലാ തസ്ബഹു ഇല്ലാ മുസിന്ന, മുസിന്നയെ അല്ലാതെ നിങ്ങൾ ബലിയറക്കരുത് എന്നാണ്. മുസിന്ന എന്നാൽ മൃഗങ്ങളിലെ ഒരു പ്രായപരിധിയാണ്. മുസിന്ന എന്നുള്ള പ്രയോഗം വരുന്നത് സിന്നിൽ നിന്നാണ്. പല്ല് എന്നാണ് അപ്പറഞ്ഞതിന്റെ അർത്ഥം. സിന്ന് എന്ന് പറഞ്ഞാൽ പല്ല് എന്നാണ്. ജനിക്കുമ്പോൾ ഉള്ള പാൽപ്പല്ലുകൾ മാറി തീറ്റപ്പല്ലുകൾ വന്നവയാണ് അറക്കേണ്ടത്. ലാ തസ്ബഹു ഇല്ലാ മുസിന്ന, നിങ്ങൾ മുസിന്നയല്ലാതെ അറക്കരുത് എന്ന് പറഞ്ഞാൽ തീറ്റപ്പല്ല് വന്നവയല്ലാതെ നിങ്ങൾ അറക്കരുത്. ജനിക്കുമ്പോൾ ഉള്ള പാൽപ്പല്ലുകൾ മാറി തീറ്റപ്പല്ലുകൾ വന്നവയ്ക്കാണ് മുസിന്ന എന്ന് പറയുന്നത്. എന്നാൽ പ്രായമായിട്ട് എത്രയാണ് കണക്കാക്കേണ്ടത്? വ്യത്യസ്തങ്ങളായിട്ടുള്ള വീക്ഷണങ്ങൾ പണ്ഡിതന്മാർക്കിടയിലുണ്ട് എന്നുള്ളതാണ്. കോലാടിനെ 1 വയസ്സ് തികഞ്ഞാൽ മതി എന്നതാണ് ഭൂരിപക്ഷാഭിപ്രായം. കോലാടിന് 1 വയസ്സ് തികഞ്ഞാൽ മതി എന്നുള്ളതാണ് ഭൂരിപക്ഷാഭിപ്രായം. ചെമ്മരിയാടിന്റെ വിഷയത്തിൽ 6 മാസം പൂർത്തിയാകണം എന്നുള്ളതാണ്. ഇല്ലാ അയ്യഅ്സുറ അലൈക്കും ഫതസ്ബഹു ജദഅതൻ മിനൽ ളഅൻ, നിങ്ങൾക്ക് പ്രയാസകരമാണെങ്കിൽ നിങ്ങൾ ചെമ്മരിയാടിൽ നിന്ന് 6 മാസം പ്രായമായതിനെ നിങ്ങൾ കറുക്കാവുന്നതാണ്. മാടുകൾക്ക് 2 വയസ്സ് തികഞ്ഞിരിക്കണം. പോത്ത്, കാള ഇവയെല്ലാമാണ് മാടുവർഗത്തിൽ പെടുക. അവയ്ക്ക് 2 വയസ്സ് തികഞ്ഞിരിക്കണം. ഒട്ടകമാണെങ്കിൽ 5 വയസ്സ് തികഞ്ഞിരിക്കണം. ഇതാണ് പ്രായവുമായി ബന്ധപ്പെട്ട വിശദീകരണം. സഹോദരങ്ങളെ, ബലിമൃഗം ഗുണത്തിലും മേന്മയിലും ഭംഗിയിലും എത്രത്തോളം നല്ലതാകുന്നവോ അത്രത്തോളം അത് ശ്രേഷ്ഠമാണ്. ഉലഹിയത്തിന് വേണ്ടി
വേണ്ടി തെരഞ്ഞെടുക്കപ്പെടുന്ന മൃഗങ്ങളിൽ അവയുടെ മാംസം ചുരുങ്ങുകയോ കേടുവരുത്തുകയോ ചെയ്യുന്നതായ ന്യൂനതകൾ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഇല മാദാ യുത്തഖാ മിനൽ വഹായ, മലമൃഗങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ടുന്നവ ഏതെല്ലാമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 4 ഇനം ബലിമൃഗങ്ങളെ മാറ്റി നിർത്തപ്പെടണം. അൽ അർജാഉൽ ബയ്യിനു വൽഉഹാ, മുടന്തനായിട്ടുള്ള ബലിമൃഗം, മുടന്തുള്ള ബലിമൃഗം, അതിന്റെ മുടന്ത് വളരെ പ്രകടമാണ് എങ്കിൽ അതിനെ മാറ്റി നിർത്തണം. കണ്ണിന് കേടുള്ള ബലിമൃഗം, അതിന്റെ കേട് വളരെ പ്രകടമാണ്, മാറ്റി നിർത്തണം. രോഗിയായ ബലിമൃഗം, അതിന്റെ രോഗം വളരെ വ്യക്തമാണ്, മാറ്റി നിർത്തണം. മജ്ജയും നെയ്യും നഷ്ടപ്പെട്ട് മെലിഞ്ഞൊട്ടിയവയും മാറ്റി നിർത്തണം. ഇതാണ് പറഞ്ഞത്. പ്രകടമായ മുടന്തുള്ളവ, പ്രകടമായും കണ്ണിന് കേടുള്ളവ, പ്രകടമായ രോഗമുള്ളവ, മജ്ജയും നെയ്യും നഷ്ടപ്പെട്ട് മെലിഞ്ഞൊട്ടിയവ, ഇത്തരം ബലിമൃഗങ്ങളെ മാറ്റി നിർത്തണമെന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശമാണ്. നിസ്സാരമായ ന്യൂനതകളാണ് ബലിമൃഗങ്ങൾക്കുള്ളതെങ്കിൽ കുഴപ്പമില്ല എന്നാണ് മേൽപ്പറഞ്ഞ ഹദീസിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്നാൽ രോഗമോ ന്യൂനതകളോ പ്രകടമാണെങ്കിൽ മാറ്റി നിർത്തണമെന്ന് അതേ ഹദീസിൽ നിന്ന് തന്നെ വ്യക്തമാണ്. സഹോദരങ്ങളെ, ഉളഹിയ്യത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കാൻ വേണ്ടിയാണ് നാം ഇപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ബലിയറുക്കുന്നവൻ പെരുന്നാളിന് മുമ്പ് തന്നെ ബലിമൃഗത്തെ വാങ്ങി പരിപാലിക്കുകയും എന്നിട്ട് അതിനോട് വല്ലാത്തൊരു സ്നേഹവും അടുപ്പവും ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ അതിനെ ബലിയറുക്കുകയും ചെയ്യുക എന്നതാണ് ശ്രേഷ്ഠമായ നിലപാട്. അപ്പോഴേക്ക് ആ മൃഗവും ബലിയറുക്കുന്നവരും തമ്മിൽ വല്ലാത്ത ഒരു അടുപ്പം വന്നിട്ടുണ്ടാകും. അപ്പോൾ അതിനെ അറുക്കുമ്പോഴാണ് അതിന് കൂടുതൽ ചൈതന്യമുണ്ടാവുന്നത്. ആ ദബ്ഹ്, ആ ഉദ്ഹിയ്യ കൂടുതൽ ഹൃദയസ്പർശിയാവും എന്നുള്ളതാണ്. അത് കൂടുതൽ ഹൃദയസ്പർശിയാവണം. ഉദ്ഹിയ്യ ഹൃദയസ്പർശിയാവുന്നതിനനുസരിച്ച് അതിന്റെ പ്രതിഫലം കൂടും. ലയ്യനാലല്ലാഹു ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. ആ ബലിമൃഗത്തിന്റെ മാംസമോ അതിന്റെ രക്തമോ അല്ലാഹുവിന് ലഭിക്കുന്നില്ല. അല്ലാഹുവിന് ലഭിക്കുന്നത് നിങ്ങളുടെ തഖ്വയാണ്, നിങ്ങളുടെ സൂക്ഷ്മതയാണ്, നിങ്ങളുടെ ഹൃദയത്തിലുള്ള തഖ്വയാണ് അല്ലാഹുവിന് ലഭിക്കുന്നത്. ആ തഖ്വയുണ്ടല്ലോ, ആ തഖ്വ എവിടെ നിന്ന് ലഭിക്കും? മനുഷ്യന്റെ ത്യാഗബോധത്തിൽ നിന്ന്. 2-3 ആഴ്ചകൾ അതല്ലെങ്കിൽ ഒരു മാസമായി ഒരു മൃഗത്തെ വാങ്ങി പരിപാലിക്കുന്നു, അതല്ലെങ്കിൽ ഒരു മൃഗത്തെ വാങ്ങി എവിടെയെങ്കിലും ചുമതലപ്പെടുത്തി ഒരു വക്കീലിനെ ഏൽപ്പിക്കുന്നു അറുക്കാൻ. അവരതിനെ പരിപാലിക്കുന്നു, ഇടയ്ക്കതിനെ സന്ദർശിക്കുന്നു, അതിനെ ലാളിക്കുന്നു, അതിനോടൊരു വല്ലാത്തൊരു ബന്ധം, ഹൃദയബന്ധം രൂപപ്പെടുന്നു. അതിനുശേഷം ഈ ബലിയിറക്കാനുള്ള നാളുകളിൽ അതിനെ ബലിയിറക്കുമ്പോൾ അതിന് കൂടുതൽ ചൈതന്യമുണ്ടാവും. അങ്ങനെ ചൈതന്യമുണ്ടാവണം. കാരണം ബലിമൃഗത്തിന്റെ രക്തമോ മാംസമോ അല്ലാഹുവിന് ലഭിക്കുകയില്ല. നിങ്ങളുടെ ഹൃദയത്തിലെ തഖ്വയാണ് അല്ലാഹു ലഭിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ തഖ്വയുടെ പ്രഖ്യാപനമാണ്. ബലികർമ്മത്തിലൂടെ ഒരു സത്യവിശ്വാസി അല്ലാഹുവിന്റെ അനുഗ്രഹമാവുന്ന കാലികളിൽ തൗഹീദിന്റെയും തക്ബീറിന്റെയും പ്രഖ്യാപനം നിർവഹിക്കുകയാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, അല്ലാഹു പറഞ്ഞത്, വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസക. എല്ലാ സമുദായങ്ങൾക്കും നാം ഓരോരോ ആരാധനാ കർമ്മങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. ആരാധനാ കർമ്മങ്ങൾ എന്ന് പറഞ്ഞ കേവലം ആരാധനയല്ല, ബലികർമ്മം തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോരോ രീതിയിലുള്ള ബലികർമ്മങ്ങൾ എല്ലാ സമുദായങ്ങൾക്കും അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ ലിയദ്കുറു ഇസ്മല്ലാഹി. എന്തിനാണത്? അല്ലാഹുവിന്റെ നാമം ഓർക്കുന്നതിന് വേണ്ടിയാണ്. അലാമാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. അല്ലാഹു നിങ്ങൾക്ക് നൽകിയ കാലികളിൽ അല്ലാഹുവിന്റെ നാമം സ്മരിക്കുന്നതിന് വേണ്ടിയാണ് അല്ലാഹു അങ്ങനെ ബലികർമ്മത്തെ നിശ്ചയിച്ചിട്ടുള്ളത്. ഫൈലാഹുക്കും ഇലാഹും വാഹിദ്. നിങ്ങളുടെ ഇലാഹ് ഏകനായ അല്ലാഹുവാണ്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട്, സഹോദരങ്ങളെ സഹോദരിമാരെ, നമ്മോട് ബലിയിറക്കാൻ തക്ബീറും തൗഹീദും പ്രഖ്യാപിച്ചുകൊണ്ട് ബലിയിറക്കാൻ അല്ലാഹു ആജ്ഞാപിക്കുകയാണ്. ഫലഹു അസ്ലിമു വബശ്ശിരിൽ മുഖ്ബിതീൻ. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ സമർപ്പിക്കണേ, വിനീത വിധേയർക്ക് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക എന്നുള്ളതാണ് സഹോദരങ്ങളെ സഹോദരിമാരെ ഖുർആന്റെ പ്രയോഗം. ബലിപെരുന്നാൾ ദിനത്തിലും അയ്യാമുത്ത തശ്രീഖിന്റെ ദിനങ്ങളിലും ബലികർമ്മത്തെക്കാൾ മഹത്തായ വേറൊരു പുണ്യകർമ്മവുമില്ല. പ്രവാചകന്റെ പ്രയോഗം എന്താ? മാ അമില ആദമിയ്യും മിൻ അമലി യൗമൻ നഹ്രി അഹബ്ബ ഇലല്ലാഹി മിൻ ഇഹ്റാഖിദ്ദം.
ബലിപെരുന്നാൾ ദിനത്തിൽ ഒരു മനുഷ്യൻ, ഒരു സത്യവിശ്വാസി നിർവഹിക്കുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മം, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ പുണ്യകർമ്മം എന്താണ്? മനുഷ്യൻ നിർവഹിക്കുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മം അത് ഇഹ്റാഖുദ്ദമാണ്, അത് ബലിയാണ്. ബലിയാണ് ബലിപെരുന്നാൾ ദിനത്തിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പുണ്യകർമ്മം എന്നുള്ളത്. അതുകൊണ്ട് കഴിയുന്ന എല്ലാ സഹോദരങ്ങളും ബലിദായകരായിട്ട് മാറണം എന്നുള്ളതാണ്. നമ്മുടെ സഹോദരങ്ങളായ ഹാജിമാർ മക്കയിലും പരിസര പ്രദേശങ്ങളിലുമായി ഹജ്ജിന്റെ കർമ്മങ്ങളിൽ ഏർപ്പെടുമ്പോൾ അവരോടുള്ള ഐക്യദാർഢ്യം കൂടിയാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ, ഉളഹിയ. അതിനാൽ സുഹൃദിന്റെ വിരക്തിയുടെ ഹാവഭാവങ്ങളോടെയാണ് ഉളഹിയത്തിന് വേണ്ടി സജ്ജരാവേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ റഅയ്തും ഹിലാല ദിൽഹിജ്ജ വഅറാദ അഹദുകും അൻ യുദ്ഹിയ ഫൽയുംസിക് അൻ ശഅരിഹി വഅൾഫാരിഹി. ഇദാ റഅയ്തും ഹിലാല ദിൽഹിജ്ജ, നിങ്ങൾ ദുൽഹജ്ജ് മാസപ്പിറവി ദർശിച്ചാൽ, അതല്ലെങ്കിൽ ദർശിച്ചു എന്ന വിവരം നിങ്ങൾ കേട്ടാൽ, വഅറാദ അഹദുകും അൻ യുദ്ഹിയ, നിങ്ങളിൽ ഒരാൾ ബലികർമ്മം നിർവഹിക്കുവാൻ ഉദ്ദേശിക്കുകയോ കൂടി ചെയ്തിട്ടുണ്ട് എങ്കിൽ ശ്രദ്ധിക്കണേ, ഫൽയുംസിക് അൻ ശഅരിഹി വഅൾഫാരിഹി, അയാളുടെ നഖമോ അതല്ലെങ്കിൽ അയാളുടെ ശരീരത്തിന്റെ ഒരു ഭാഗത്തു നിന്നും ഒരു രോമമോ അയാളായിട്ട് എടുത്തു കളയാൻ പാടില്ല. അത് സ്വയം കുളിക്കുമ്പോൾ കുഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല. അതല്ലെങ്കിൽ ചീർപ്പ് കൊണ്ട് വാരുമ്പോൾ അത് കൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അതും കുഴപ്പമില്ല. പക്ഷെ നമ്മളായിട്ട് നമ്മുടെ മുടി വെട്ടാനോ, നമ്മളായിട്ട് നമ്മുടെ ബാർബർ ഷോപ്പിൽ ബാർബർ വെട്ടിയാലും പ്രശ്നം തന്നെയാണ്. നമ്മൾ സ്വദേശം ബോധപൂർവം അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. നഖം നീക്കം ചെയ്യാനും പാടില്ല. എപ്പോൾ? ദുൽഹജ്ജ് മാസത്തിലേക്ക് പ്രവേശിച്ചാലുള്ള കാര്യമാണ്. അപ്പോഴാണ് പറഞ്ഞത് നഖം നീക്കം ചെയ്യാൻ പാടില്ല. അതുപോലെ മുടിവെട്ടാതെ സുഹദിന്റെ ഹാവഭാവങ്ങളോട് കൂടെയുള്ള ഒരു ജീവിതമായിരിക്കണം. ഹാജിമാരുടെ ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ടുള്ള ജീവിതമാണ് നയിക്കേണ്ടത്. ഇതൊരു കുടുംബത്തിലെ എല്ലാവരും ചെയ്യേണ്ട കാര്യമല്ല. കുടുംബനാഥനാണ് നിയത്ത് വെച്ചതെങ്കിൽ കുടുംബനാഥന് മാത്രം ബാധകമായ കാര്യമാണ്. ബാക്കിയുള്ള ആളുകൾക്ക് അവരുടെ സാധാരണ ജീവിതത്തിൽ ചെയ്യുന്നത് പോലെ ചെയ്യാം. സഹോദരങ്ങളെ, അതും ദുൽഹജ്ജിലേക്ക് പ്രവേശിച്ചതിന് ശേഷമാണ് ഇത് ബാധകമാവുന്നത്. ഇനി ദുൽഹജ്ജിലേക്ക് പ്രവേശിച്ച് 2 ദിവസമോ 3 ദിവസമോ കഴിഞ്ഞിട്ടാണ് ഒരാൾ ബലികർമ്മം തീരുമാനിക്കുന്നതെങ്കിൽ അപ്പോൾ മാത്രം ബാധകമാവുന്ന കാര്യമാണിത് എന്നുള്ളതാണ് സഹോദരങ്ങളെ. ചൈതന്യത്തോടെ ബലികർമ്മം നിർവഹിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിലും മുഅ്മിനീങ്ങളിലും അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഉസീകും വഇയ്യായ ഫാനിയം ബിതഖ്വല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. എല്ലാവരോടുമായി ഒരിക്കൽ കൂടി തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ ബലികർമ്മത്തിന് വേണ്ടി ബലിപെരുന്നാൾ ദിനത്തിലോ അതല്ലെങ്കിൽ അയ്യാമു തശ്രീഖിന്റെ മറ്റു ദിനങ്ങളിലോ ഒക്കെ ആയിട്ട് നമ്മൾ ബലികർമ്മം നിർവഹിക്കപ്പെടുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ മഹലിനോടനുബന്ധിച്ചിട്ടും നമുക്കൊക്കെ അറിയാവുന്നത് പോലെ എല്ലാ വർഷത്തെയും പോലെ ബലികർമ്മം നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു വിഹിതമെങ്കിലും, ഒരു വിഹിതം മിനിമമാണ്, ഒരു വിഹിതമെങ്കിലും എല്ലാവരും ചേരാനുള്ള ശ്രദ്ധ എല്ലാവർക്കും ഉണ്ടാവണം. ഒരെണ്ണം തന്നെ സമ്മാനിക്കുകയാണെങ്കിൽ, ഒരെണ്ണം തന്നെ ഉലഹിയത്തായിട്ട് ഒരാളെ തീരുമാനിക്കുകയാണെങ്കിൽ അത് കൂടുതൽ നല്ലതാണ്. ഒരു വിഹിതമെങ്കിലും ചേർന്നുകൊണ്ട്, ഒരു ഷെയറെങ്കിലും ചേർന്നുകൊണ്ട് നമ്മുടെ ഈ ഉലഹിയത്ത് സംരംഭത്തോട് എല്ലാവരും ആത്മാർത്ഥമായി സഹകരിക്കണം. മുൻകഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഉള്ളതുപോലെ നമ്മുടെ ഉലഹിയ സംരംഭവും
വളരെ വിജയകരമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. അതിനെല്ലാവരുടെയും സഹകരണം ആവശ്യമാണ്. എന്തെല്ലാം നിയ്യത്തുകൾ വെച്ചുകൊണ്ടാണോ നമ്മൾ ഈ മഹത്തായ ബലികർമ്മത്തിൽ പങ്കാളികളാവുന്ന റബ്ബ് തആല നമ്മുടെ നിയ്യാത്തുകളെ, നമ്മുടെ മുറാദുകളെ അതിൻ്റെതായ പൂർണ്ണതയിൽ തന്നെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവരിലേക്കും അല്ലാഹു തആല അതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നതോടൊപ്പം അവർക്ക് കൂടി അല്ലാഹു തആല അതിൻ്റെ പുണ്യവും അതിൻ്റെ പ്രതിഫലവും എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ കൃഷിയിൽ, നമ്മുടെ കച്ചവടത്തിൽ, ഉദ്യോഗ വരുമാന മാർഗങ്ങളിൽ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവന്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹുവിന്റെ പ്രീതിയിലും പൊരുത്തത്തിലുമാക്കി തീർക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും ബർസഖ് ജീവിതം അള്ളാഹു വിശാലമാക്കി തരുമാറാവട്ടെ. ഖബറ് കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ അർശിന്റെ രാജസിംഹാസനത്തിന്റെ നിഴൽ നേടിയെടുക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും, നമ്മിൽ നിന്ന് മൗത്തായവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ വലത് കൈയിൽ ഗ്രന്ഥം നേടിയെടുക്കുന്നവരിലും സിറാത്തിലൂടെ മിന്നൽ വേഗത്തിൽ പ്രയാണം ചെയ്യുന്നവരിലും റബ്ബ് തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഫിർദൗസിൽ ശാശ്വതമായ ജീവിതം നയിക്കുന്നവരിൽ അല്ലാഹു തആല നമ്മെ എല്ലാവരെയും നമ്മുടെ കുടുംബാംഗങ്ങളോടൊപ്പം, ബന്ധുമിത്രാദികളോടൊപ്പം, സർവോപരി പ്രവാചകന്മാരോടൊപ്പം, സുദ്ദീഖുകളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പം നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ അല്ലാഹു തആല നമ്മുടെ ഭാര്യ സന്താനങ്ങളിൽ കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മക്കളെ സജ്ജനങ്ങളാക്കി മാറ്റുമാറാവട്ടെ. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പരസ്പര സ്നേഹം അല്ലാഹു ശക്തിപ്പെടുത്തുമാറാവട്ടെ. അതുപോലെ ദൗർഭാഗ്യകരമായ ത്വലാഖ് ഫസ്ഖുകളിൽ നിന്ന് എല്ലാ കുടുംബങ്ങളെയും അല്ലാഹു രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെ മുത്തഖീങ്ങളും സ്വാലിഹീങ്ങളും ആക്കി മാറ്റുമാറാവട്ടെ. അവർക്ക് ഉയർന്ന വിദ്യാഭ്യാസവും ഉന്നതമായ ജീവിത സാഹചര്യങ്ങളും അല്ലാഹു സജ്ജമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ യുവതയെ എല്ലാത്തരം വഴികേടുകളിൽ നിന്നും അല്ലാഹു പൂർണ്ണമായും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അപകട മരണങ്ങളിൽ നിന്നും, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും, മാരകമായ രോഗങ്ങളിൽ നിന്നും, മറ്റെല്ലാ പ്രയാസങ്ങളിലും, ദുരിതങ്ങളിൽ നിന്നും, കടങ്ങളിൽ നിന്നും, സാമ്പത്തിക ബാധ്യതകളിൽ നിന്നും നമ്മെ എല്ലാവരെയും അല്ലാഹു രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ചവനെ, ഞങ്ങൾ നീ കേൾക്കണേ റബ്ബേ. ഞങ്ങളുടെ ദുആകൾക്ക് നീ ഇജാബത്ത് നൽകി അനുഗ്രഹിക്കണമേ. തമ്പുരാനെ, നിന്നോട് ചോദിക്കാൻ നിനക്ക് കോടാനക്കോടി ദാസന്മാരുണ്ട്. പടച്ചവരെ, ഞങ്ങൾക്ക് ചോദിക്കാൻ ഉടമസ്ഥനായി, റബ്ബായി, നാഥനായി നീ മാത്രമേ ഉള്ളൂ. അല്ലാഹുവേ, പടച്ചവനെ, ഹലാലായ എന്ത് മുറാദുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ, ഞങ്ങളുടെ മനോഗതങ്ങളിൽ ഉണ്ടോ പടച്ചവനെ, അത് ഞങ്ങൾക്ക് നീ സഫലീകരിച്ച് തരയണമേ റബ്ബേ. അല്ലാഹുവേ, അത് ഞങ്ങൾക്ക് നീ പൂർത്തീകരിച്ച് തരയണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെ നീ നിരാശരാക്കി മടക്കല്ല തമ്പുരാനെ. അല്ലാഹുവേ, വിവാഹപ്രായമായിട്ടും മംഗല്യം സാക്ഷാത്കരിക്കാൻ സാധിക്കാത്ത യുവാക്കൾക്ക് അനുയോജ്യരായ ഇണകളെ നൽകി നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഇറാനിലെ, ഫലസ്തീനിലെ, ലോകത്തെല്ലായിടത്തുമുള്ള മർദ്ദിത സമൂഹങ്ങളെ പടച്ച തമ്പുരാനെ, മർദ്ദകർക്കെതിരിൽ നീ സഹായിക്കണമേ റബ്ബേ. അല്ലാഹ്, ഞങ്ങളെ നീ കേൾക്കണമേ റബ്ബേ. അല്ലാഹുമ്മ റബ്ബ അന്നബി ബക്കർ വഉമർ വഉസ്മാൻ വഅലി വഅൻ ബഖിയത്തി സ്വഹാബത്തി വസ്വഹാബിയത്തി കുല്ലിഹിം അജ്മഈൻ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم لا تعذبنا بالنار ولا تجعلنا من حطب النار، إنها بئس الدار وبئس المثوى وبئس القرار. اللهم لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك أنت رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.